ഇന്ന് റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ വലിയ രീതിയിൽ തീ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല വാഹനങ്ങൾ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ള വാഹനം ഒരു തീ പിടിക്കാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. തീ പിടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ട് തീ പിടിക്കാനുള്ള ഒരു കാരണമാണ് ഷോർട്ട് സർക്യൂട്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്യുവൽ ലീക്ക്, ഓയിൽ ലീക്ക്. പിന്നെ ഒരു കാരണമാണ് പുവർ മെയിൻ്റനൻസ്. നമ്മൾ നല്ല രീതിയിൽ മെയിൻ്റനൻസ് നടത്താതിരിക്കുക. പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ കാരണങ്ങളൊക്കെയാണ് ഈ തീപിടുത്തത്തിനുള്ള കാരണമായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ തടയാം, നമ്മുടെ വണ്ടിയെ നമുക്ക് തീപിടുത്തത്തിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം ഷോർട്ട് സർക്യൂട്ട് നിന്ന് എങ്ങനെ തടയാൻ നോക്കാം. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, വാഹനത്തിൽ ബാറ്ററി ഉണ്ടാവും. ഈ ബാറ്ററിയാണ് മോട്ടോർ കറങ്ങാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റാർട്ടിംഗ് മോട്ടോർ കറങ്ങാനും ലൈറ്റ് കത്താനും ഹോൺ പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഉള്ള ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. എല്ലാം ഒരേ ബാറ്ററിയിൽ നിന്നാണ് പോകുന്നത്. സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് പോകുന്ന വയറിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഹോണിന്റെ വയറിലേക്ക് പോകുന്ന തിക്നെസ് കുറവായിരിക്കും. അതിനനുസരിച്ച് ഓരോ വസ്തുക്കൾക്കും ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ആ ബാറ്ററിയിൽ നിന്ന് ആ വസ്തുക്കൾ എടുക്കുകയാണ് ചെയ്യുക. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ കടയിൽ പോയി എടുക്കുമല്ലോ. അതുപോലെ ഹോണിന് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഹോൺ ബാറ്ററിയിൽ നിന്ന് എടുക്കും, ലൈറ്റിന് ആവശ്യമുള്ളത് ലൈറ്റ് എടുക്കും, സ്റ്റാർട്ടിംഗ് മോട്ടോറിന് ആവശ്യമുള്ളത് അതെടുക്കും. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ബാറ്ററിക്ക് രണ്ട് ടെർമിനൽ ഉണ്ടാവും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഈ പോസിറ്റീവും നെഗറ്റീവും പോയിട്ട് ഒരു ഹോണിലോ അല്ലെങ്കിൽ ലൈറ്റിലോ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. ഇങ്ങനെ ലൈറ്റോ ഹോണോ മോട്ടോറോ ഒന്നും ഇല്ലാതെ ഈ രണ്ട് ടെർമിനലുകളും തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തീ കത്തുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് കത്തിപ്പിടിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് തീ കത്താനുള്ള ഷോർട്ട് സർക്യൂട്ട് മുഖാന്തരം തീ കത്തുന്നത്. അപ്പൊ അവിടെ കത്തിപ്പിടിക്കാനുള്ള സാധനങ്ങൾ ഒരു വാഹനം എന്നുള്ള സംബന്ധിച്ചിടത്തോളം പെട്രോളോ ഡീസലോ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ തീ കത്തുന്ന സാധനമാണ്, ഡീസലും തീ കത്തുന്ന സാധനമാണ്. ഈ CNG ആണെന്നുണ്ടെങ്കിൽ അതും തീ കത്തുന്ന സാധനം തന്നെയാണ്. അപ്പൊ ഈ ഒരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഫ്യുവൽ എന്തെങ്കിലും CNG അല്ലെങ്കിൽ പെട്രോളിന്റെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ പെട്ടെന്ന് കത്തിപ്പിടിക്കും. പിന്നെ വലിയ രീതിയിലേക്ക് തീ പടരാൻ കാരണമാവും. ഒരു പർട്ടിക്കുലർ ഒരു പരിധി വരെ ടെമ്പറേച്ചർ ഉയർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെയുള്ള എല്ലാ സാധനങ്ങളും കത്തും. ടെമ്പറേച്ചർ കൂടുന്തോറും പ്ലാസ്റ്റിക് കത്തും. ആദ്യം പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ പെട്ടെന്ന് കത്തും. ടെമ്പറേച്ചർ കൂടി ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെയുള്ള ഇരുമ്പ്, അതുപോലെ അലുമിനിയം, ഇരുമ്പ്, ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും തീ പിടിച്ചിട്ട് കത്താൻ തുടങ്ങും. അങ്ങനെയാണ് ഈ തീ പിടിച്ച് നശിച്ചു പോണത്. അപ്പൊ നമുക്ക് ഈ ഷോർട്ട് സർക്യൂട്ട് തടയാൻ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് സർക്യൂട്ട് തടയാനുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ, കമ്പനി ഒരു വാഹനം ഉണ്ടാക്കി നൽകുമ്പം അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വയറുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. കാരണം ആ വയറിന്റെ പുറത്തുള്ള കോട്ടിങ്, അതായത് വയറിന്റെ മുകളിലുള്ള പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് ഉണ്ടല്ലോ, അതൊക്കെ എഞ്ചിന്റെ ആ ഭാഗത്തൊക്കെ ഉപയോഗിച്ചത്, എഞ്ചിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചൂടുണ്ടാവും, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒന്നും അതിന്റെ വയറിന്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് ഒന്നും പെട്ടെന്ന് ഉരുകി പോകാൻ പാടില്ല. അങ്ങനെ ഉരുകാതിരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള വയറുകളാണ് അത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ വയറുകൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ബുള്ളറ്റിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബുള്ളറ്റിന്റെ ഒക്കെ എഞ്ചിന്റെ മുകളിലൂടെ കുറെ കണക്ഷൻ പോകുന്ന വയറൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ അതൊന്നും ഉരുകൊന്നും ചെയ്യാതെ ആ പ്ലാസ്റ്റിക് അതുപോലെ അതിന്റെ മുകളിലുള്ള റബ്ബറോ പ്ലാസ്റ്റിക്കോ എന്തായാലും അത് ഉരുകൊന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉള്ള രീതിയിൽ യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. പക്ഷെ ഇനി ഷോർട്ട് സർക്യൂട്ട് എപ്പോൾ വരും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാലും ആദ്യം നമ്മൾ കൊണ്ടുപോകാൻ കേട്ടാണ് ഏതെങ്കിലും ഒരു ആക്സസറീസിന്റെ ഷോപ്പിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ ബേസ് മോഡൽ വാങ്ങിക്കും, എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ അബദ്ധം എന്ന് പറയുന്നത്. നമ്മളവിടെ ചെറിയൊരു ലാഭമാണ് നോക്കുന്നത്. പക്ഷെ ആ ലാഭം നോക്കുന്നത് കൊണ്ട് തെറ്റില്ല. എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ആക്സസറീസ് ചെയ്യുന്ന ഷോപ്പ് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഷോപ്പായിരിക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അവിടെയുള്ള വർക്കർമാർക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ വേണം. അവർ ഉപയോഗിക്കുന്ന കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വയറിംഗ് മെറ്റീരിയൽസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് കപ്പാസിറ്റി ഉള്ള സാധനങ്ങളായിരിക്കണം. ലോക്കൽ വയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എഞ്ചിൻ റൂം നമ്മൾ ബോണറ്റ് പൊക്കി കഴിഞ്ഞാലുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ തരത്തിലുള്ള ഒരു വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ചൂട് വരും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ലോക്കൽ വയർ ആണെന്നുണ്ടെങ്കിൽ ആ വയറിന്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് ഉരുകിപ്പോവും. പിന്നെ ഈ വയർ അതിൻ്റെ ഉള്ളിലുള്ള കോപ്പർ പുറത്തായി. ഇത് എവിടെ തൊട്ട് കഴിഞ്ഞാലും
എന്ത് ഷോർട്ട് ആവും. കാരണം ഒരു ബാറ്ററീന്റെ ഒരു ടെർമിനലിന് എങ്ങോട്ടാ കൊടുത്തിട്ടുള്ളത്, വണ്ടീന്റെ ബോഡിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്, എർത്ത് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വയറ് ഈ ബോഡിയിൽ എവിടെ തൊട്ട് കഴിഞ്ഞാലും അവിടെ സ്പാർക്ക് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് പരമാവധി ഒന്നും ചെയ്യാണ്ടിരിക്കുക. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ഉള്ള വയറുകൾ മാത്രം ഉപയോഗിക്കുക. അറിയാത്ത ഏതെങ്കിലും ബംഗാളികളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. നമ്മളെ വണ്ടി മൊത്തം കത്തിപ്പോവും. അതിന് പിന്നെ വാറണ്ടി പോലും കിട്ടില്ല, ഇൻഷുർ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അംഗീകൃതമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രം വാറണ്ടിയോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രം ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ ചെയ്യാം. പിന്നെ വേറൊരു പ്രശ്നം ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ എന്താ സംഭവിക്കുക, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ELCB ട്രിപ്പ് ആവുന്ന പോലെ വാഹനത്തിന്റെ ഉള്ളിലും ഫ്യൂസ് ഉണ്ടാവും. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫ്യൂസ് അങ്ങോട്ട് പോകും. അപ്പൊ പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു, പിന്നെ അപ്പുറത്തേക്ക് തീയോ പുകയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ലോക്കൽ അക്സസറി ഷോപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു ഹോൺ ഫിറ്റ് ചെയ്യും. നിങ്ങൾ ഹോണൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഹോൺ വെക്കും, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ വെക്കും. ലൈറ്റ് കണക്ട് ചെയ്ത് ഒന്ന് ഓടി കുറച്ച് കഴിയുമ്പോൾ ആ ഫ്യൂസ് അങ്ങോട്ട് പോകും. അപ്പൊ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ വീണ്ടും ആ ഷോപ്പിൽ ചെല്ലും. അപ്പൊ അവിടുത്തെ മെക്കാനിക് ആയിട്ടുള്ള ആള്, അറിയാവുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത ആളാണെങ്കിൽ എന്താ ചെയ്യാ, ഫ്യൂസ് പോയതാണ് അയാൾ വേറൊരു ഫ്യൂസ് ഇട്ട് നോക്കും. ആ രണ്ടാമത്തെ ഒരു ഫ്യൂസ് ഇടും. കുറച്ച് കഴിയുമ്പോൾ ആ ഫ്യൂസും പോകും. അപ്പൊ പിന്നെ അടുത്ത പണി എന്തായിരിക്കും, ഇങ്ങനെ ഫ്യൂസ് പോകുമ്പോൾ വിചാരിക്കും ഫ്യൂസ് പോകുന്നതല്ല വിഷയം, ആ ഫ്യൂസ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബൈപ്പാസ് ചെയ്ത് കണക്ഷൻ കൊടുക്കും. അപ്പൊ പിന്നെ എന്താ സംഭവിക്കുക, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തടയാൻ വേണ്ടി ഫ്യൂസ് ഇല്ല, നേരിട്ട് അത് ഒരു ഫയറിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നം. ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങളിൽ നിന്ന് നമുക്ക് കമ്പനി തരുന്ന സാധനത്തിന്റെ അത്ര വിശ്വസിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ആഫ്റ്റർ മാർക്കറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തീ ഉണ്ടാവുന്നത്, ഫയർ ഉണ്ടാവാനുള്ള കാരണം. ഷോർട്ട് സർക്യൂട്ടിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഈ ഉള്ള വയറിങ് പലപ്പോഴും കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഒരു വയർ കട്ട് ചെയ്തു, ആ വയർ വീണ്ടും ജോയിൻ ചെയ്യേണ്ട ഒരു സമയത്ത് വയറൊക്കെ ജോയിൻ ചെയ്യേണ്ട ഒരു രീതി ഉണ്ട്. നല്ല ടൈറ്റ് ആയിട്ട് വേണം ജോയിൻ ചെയ്യാൻ. അത് ലൂസായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് വന്ന് ചെറിയൊരു ലൂസ് കണക്ഷൻ വന്നാലും അവിടെ സ്പാർക്ക് ഉണ്ടാവും. ആ ഒരു സ്പാർക്കിനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വയർ എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. നമ്മുടെ പണിയെടുക്കുന്ന ആൾക്കാർ കുറെ വണ്ടി പണിയെടുക്കാണ്ടാവും. അവർ ചിലപ്പം പെട്ടെന്ന് ജഗപുകയാക്കിയിട്ട് എന്ത് ചെയ്യും, തട്ടിക്കൂട്ട് പണി ചെയ്യും. എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചെയ്യണം. ഇൻസുലേഷൻ ടേപ്പ് ചെയ്യണ നല്ല ക്വാളിറ്റി ഉള്ള ഇൻസുലേഷൻ ടേപ്പ് തന്നെ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പൊ ഇതൊന്നും പലപ്പോഴും ഇവർ ചെയ്യില്ല. അതുകൊണ്ട് അതിന്റെ ഇടയിലും ലൂസ് കണക്ഷൻ വരും, സ്പാർക്ക് വരും, ഇൻസുലേഷൻ പോവും, എവിടെയെങ്കിലും ടച്ച് ചെയ്യും, സ്പാർക്ക് ഉണ്ടാവും, വയറ് കത്തും, അത് തീയിലേക്ക് എത്തും. അപ്പൊ ഈ രീതിയിലാണ് ഷോർട്ട് സർക്യൂട്ട് മുഖാന്തരം തീപിടുത്തം ഉണ്ടാവുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് വർക്കുകളൊന്നും എടുക്കാതിരിക്കുക, ഉള്ള വയറിങ് കട്ട് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇൻ കേസ് ചെയ്യേണ്ടി വന്നാൽ പറ്റുന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ ചെയ്യിപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്, ഈ വർക്കൊക്കെ ചെയ്ത് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക, അറിയാത്ത കടയിൽ നിന്ന് ചെയ്യിപ്പിക്കരുത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ പറഞ്ഞതാണ് ഫ്യൂവൽ ലീക്ക് അഥവാ ഓയിൽ ലീക്ക് ഒക്കെ. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വാഹനത്തിൽ, പെട്രോൾ, ഡീസൽ, CNG ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, LPG ഉപയോഗിക്കുന്നതും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഫ്യൂവലാണ്, ഇതെല്ലാം കത്തുന്ന സാധനങ്ങളുമാണ്. അപ്പം ഈ ഫ്യൂവൽ ലീക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വണ്ടിയുടെ എഞ്ചിനിലേക്ക് ഈ പെട്രോളും ഡീസലും ഒക്കെ എത്തിക്കുന്ന പൈപ്പൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. അതൊന്നും അങ്ങനെ പൊട്ടിപ്പോകുന്നതൊന്നുമല്ല, എത്ര പ്രഷർ വേണമെങ്കിലും താങ്ങാവുന്നത് തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ ലീക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാലപ്പഴക്കം കൊണ്ട് വരാം, കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ലൂസും ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില വർക്കുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ കൊടുക്കും. അപ്പം ഒരു വർക്ക്ഷോപ്പിനെ താഴ്ത്തി കെട്ടല്ല, ഓതറൈസ്ഡ് സർവീസ് സെന്ററിന് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്തം ഉണ്ടാവും. ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ ഈ ഇന്നലെ പണിക്ക് കയറിയ ആളൊക്കെയാവും നിങ്ങളുടെ പ്രധാനപ്പെട്ട പല ജോലികളും ചെയ്യാം. അപ്പൊ അവരൊന്നും ഇത് പല സാധനങ്ങളും അഴിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ടൈറ്റ് ആക്കാതിരിക്കും. പിന്നെ പലപ്പോഴും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഒരു എന്താ പറയാ, നെട്ട് അഴിക്കേണ്ട രീതിയുണ്ട്, നെട്ടും ബോൾട്ടും ഒക്കെ അഴിക്കേണ്ട രീതിയുണ്ട്. അത് അഴിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവര് നേരെ ഒരു ഹാമറൊക്കെ എടുത്തിട്ട് അവിടെ നെറ്റിൽ 4-5 അടി അടിക്കും, നല്ല അടി. എന്നിട്ട് ആ ത്രെഡ് ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. പക്ഷെ ആ അടിയിൽ എന്താ സംഭവിക്കുന്നത്, ചിലപ്പോൾ ആ ത്രെഡ് അങ്ങ് പൊട്ടിപ്പോവും. പിന്നെ ഈ നെട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നെട്ടും ബോൾട്ടും തമ്മിൽ ജോയിന്റ് കറക്റ്റ് ആവില്ല. അവരെന്തെങ്കിലും കാട്ടിയത് അവിടെ വെച്ചിട്ട് പോവാണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഫ്യൂവൽ പൈപ്പ് പോണ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഹൈ പ്രഷറിലാണ് ഫ്യൂവൽ വരിക.
അതിൻ്റെ ഇടയിലൂടെ ലീക്ക് വരും. ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ അത് കത്തും. പക്ഷെ ഫ്യുവൽ കത്താൻ സ്പാർക്കിന്റെ ആവശ്യമില്ല. ഫ്യുവൽ എന്ന് പറഞ്ഞാൽ പെട്രോളൊക്കെ ഹൈ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കത്തുന്ന സാധനമാണ്. വണ്ടീന്റെ ബോണറ്റിന്റെ ഉള്ളിൽ നല്ല ടെമ്പറേച്ചർ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ചെറിയ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ സാധനം അവിടുന്ന് കത്തും. കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് കത്തിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് നിങ്ങളുടെ വാഹനം ഒന്ന് തുറന്നിട്ട് എവിടെയെങ്കിലും ഫ്യുവൽ ലീക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് നോക്കുക. പിന്നെ സ്മെല്ല് ഉണ്ടോ നോക്കുക. നമ്മുടെ വാഹനം തുറന്നു കഴിഞ്ഞാൽ പെട്രോളിന്റെ സ്മെല്ല് ഉണ്ടോ നോക്കുക. പെട്രോൾ ഡീസലൊക്കെ നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പിന്നെ ഒരു റിസ്ക് എടുക്കരുത്. അതെന്താന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം പിന്നെ വാഹനം ഓടിക്കുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. പെട്രോൾ ഒന്ന് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിൻ റൂമിൽ പെട്രോൾ ലീക്കുള്ള ഒരു വണ്ടി ഒരു കാരണവശാലും നമ്മൾ ഓടിക്കരുത്. ഓടിച്ചു കഴിഞ്ഞാൽ 99% അത് അപകടത്തിലേക്കാണ് പോവുക. കാരണം ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ ഈ പെട്രോൾ കത്തും, അതൊരു അപകടത്തിലേക്ക് പോകും. അതാണ് ഓയിൽ ലീക്ക്, ഫ്യൂവൽ ലീക്ക് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ വണ്ടി കത്താനുള്ള കാരണത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മീൻസ് ആരും, ഒരു വണ്ടിയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പിന്നെ അടുത്തൊരു കാര്യം, പുവർ മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് നല്ല രീതിയിൽ ചെയ്യണം. മെയിൻ്റനൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ജർക്കിംഗ് ഒക്കെ വരുമ്പം ചെറിയ ലൂസൊക്കെ വരും. ഓരോ വർഷം നമ്മൾ സർവീസ് ചെയ്യുക 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആകുമ്പോഴായിരിക്കുമല്ലോ. അപ്പൊ ഇതിൽ പല ലൂസ് കണക്ഷൻസ് ഒക്കെ വരും. ലൂസ് കണക്ഷൻസ്, ലൂസ് കോണ്ടാക്ട്, പിന്നെ ജോയിന്റുകളൊക്കെ ലൂസ് ആവും. ഇതൊക്കെ വരുന്ന സമയത്ത് ഇത് നമ്മളൊരു പീരിയോഡിക്കലായിട്ട് മെയിൻ്റനൻസ് ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് നല്ലൊരു മെക്കാനിക്കിന്റെ അടുത്ത് നിന്ന് ചെയ്യിപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ സർവീസ് സെന്ററിൽ പോയി ചെയ്യുക, ഓതറൈസ്ഡ്. അല്ലാത്ത പക്ഷെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ലോക്കൽ വർക്ക്ഷോപ്പിലേക്ക് പോയി. നിങ്ങൾ ഓയിൽ മാറ്റാൻ പറഞ്ഞാൽ അവരെന്താ ചെയ്യുക, നേരെ വണ്ടിയുടെ ഓയിൽ ഡ്രെയിൻ ചെയ്തെടുക്കും, ആ ക്യാപ്പ് ഇടും, ഓയിൽ നേരെ ഓയിൽ ഒഴിക്കും, നിങ്ങൾക്ക് വണ്ടി തരും. ഓയിൽ ചേഞ്ച് കഴിഞ്ഞു. അത്രേ അവർ ചെയ്യുള്ളൂ. അത് മാത്രം പോരാ, ഒരു 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് വന്നത്. അപ്പൊ നമ്മൾ ഓയിൽ മാറ്റാണ് നമ്മുടെ ഉദ്ദേശം എങ്കിലും ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അത് ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ അങ്ങനത്തെ പരിപാടി ഇല്ല. അവിടെ അങ്ങനത്തെ ചെക്ക് പോയിന്റുകളൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഒരു ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചെക്ക് പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെ ചെക്ക് ചെയ്യണം, ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ 10,000 കിലോമീറ്ററിന്റെ സർവീസിനാണ് വന്നതെങ്കിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ അവരെല്ലാ ഭാഗവും ചെക്ക് ചെയ്യും. അതിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും പറ്റും. അത് അവിടെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നല്ല വിശ്വാസമുള്ള ഒരു മെക്കാനിക്കിന്റെ അടുത്ത് നിന്ന് പുറത്തുനിന്ന് സർവീസ് ചെയ്യുക, കുഴപ്പമില്ല. നിങ്ങൾ നിന്ന് തന്നെ ചെയ്യിപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ മാത്രം കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യണം. ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഓക്കെ ആയി. ഇനി അടുത്തൊരു കാര്യമാണ്, അത് പുതിയ വണ്ടികളിലൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. ഒരു പ്രാണി വന്നിട്ട് അല്ലെങ്കിൽ ഈ പെട്രോൾ പൈപ്പൊക്കെ ഓട്ടയാക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്, പെട്രോൾ ലീക്ക് വരുന്നത്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക പെട്രോളൊക്കെ ലീക്ക് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ആ പ്രാണി വരുന്നത് തടയാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ പെട്രോൾ ലീക്കൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. പെട്രോൾ വാഹനങ്ങളിലാണ് അത് കൂടുതലും ഈ ഫ്യൂവൽ പൈപ്പ് ഒരു പ്രാണി വന്നിട്ട് ഓട്ടയാക്കുന്ന ഒരു പ്രശ്നം വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, പുതിയ വാഹനങ്ങളുള്ളവരൊക്കെ. ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരു വാഹനം തീ പിടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല നോക്കുക. ഒന്നാമത്തെ കാര്യം, ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, വാഹനത്തിൽ കൊണ്ടുപോകരുത്. ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കത്താൻ സാധ്യതയുള്ള സാധനങ്ങൾ. അപ്പൊ കത്താൻ എല്ലാ സാധനവും കത്തും, അത് പ്രശ്നമില്ല. പെട്ടെന്ന് കത്തുന്ന സാധനങ്ങൾ, ഹൈലി ഇൻഫ്ലേമബിൾ. അതിൽ നമുക്ക് പറയാം, പെട്രോൾ, ഡീസൽ. നമ്മളെ വണ്ടിയിൽ ചിലപ്പം സ്റ്റോർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് പല ആളുകൾക്കും. കന്നാസിലൊക്കെ വില കുറഞ്ഞ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ള ഒരാൾ കണ്ണൂരിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മാഹിയിൽ നിന്ന് വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും. അതിന്റെ പുറമെ ഒരു കന്നാസിൽ നിറയെ പെട്രോളോ ഡീസലൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ച് വരുന്ന ഒരു പരിപാടി ഉണ്ട്. അതൊരിക്കലും ചെയ്യരുത്, അത് സേഫ് അല്ല, വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് പെട്രോൾ, ഡീസൽ, CNG ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ്, LPG ഒന്നും നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകരുത്, നമ്മുടെ കാറിൽ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ അതിന്റെ പുറമെ പെർഫ്യൂംസ്, ഇതുപോലെ തന്നെ കത്തുന്ന ഒരു സാധനമാണ് പെർഫ്യൂം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ വണ്ടിയിൽ വെക്കരുത്. ബോണറ്റിന്റെ ആ ഭാഗത്തൊക്കെ ഈ നന്നായിട്ട് ചൂടാവുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാൻ പാടില്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ പ്രഷർ കൂടിയിട്ട് അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അതൊരിക്കലും വെക്കരുത്. സാനിറ്റൈസർ,
ഇതേപോലുള്ള സാധനമാണ്. സാനിറ്റൈസറും നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പാടില്ല. സാനിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാം. അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. ചിലപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ വെക്കുന്നുണ്ടാവും, അപകടം ഇല്ലാതെ പോകുന്നുണ്ടാവും, അത് ഭാഗ്യം. പക്ഷേ അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ എഞ്ചിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. അത് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ഒക്കെ നമ്മുടെ ക്ലസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും, നമ്മുടെ സ്റ്റിയറിംഗിന്റെ അടിയിലുണ്ടാവും. അവിടെ വാർണിംഗ് ലൈറ്റുകൾ എന്തെങ്കിലും കത്തി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് എന്തുകൊണ്ട് കത്തി എന്നുള്ളത് ഒരു സർവീസ് സെന്ററിൽ പോയിട്ട് അന്വേഷിക്കുക, എന്താണ് അതിന്റെ കാരണം നോക്കുക. അതിനുശേഷം അത് എന്ത് ചെയ്യണം, അത് പരിഹരിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. ആ ഒരു എഞ്ചിൻ ലൈറ്റ് കത്തി കിടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകരുത്. അതൊരു വാർണിംഗ് ആണ്, ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളത്. അത് എന്താണെന്ന് അവരോട് ചോദിക്കുക. അത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ആ പ്രശ്നം സോൾവ് ചെയ്യണം. എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാഹനം ഒരിക്കലും കണ്ടിന്യൂസ് ഓടിക്കരുത്. ഏറ്റവും പെട്ടെന്ന് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നം ഒഴിവാക്കുക. അത് കൂളന്റിന്റെ പ്രശ്നമോ കറക്റ്റ് ആയിട്ട് കൂളന്റ് ചെല്ലാത്ത വിഷയമൊക്കെ ആയിരിക്കും, റേഡിയേറ്റർ ബ്ലോക്കോ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അത് ക്ലിയർ ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരു ചെറിയ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും വണ്ടിയിൽ വെക്കുന്നത് സേഫ് ആയിരിക്കും. ഒരു ചെറിയ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ABC ടൈപ്പ് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമ്മുടെ വണ്ടിയിൽ വെക്കുക. ഇതൊക്കെയാണ് വാഹനം തീ പിടിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി ഇൻ കേസ് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് ഒരു തീ വരികയാണ്, ഒരു പുകയൊക്കെ വന്നു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു സംശയം തോന്നി, നമ്മുടെ വണ്ടിയുടെ മുന്നിൽ നിന്നൊരു പുക വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു തീ വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വാഹനം ഓഫ് ചെയ്യുക, സൈഡാക്കുക, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. വണ്ടിയിൽ ആരൊക്കെ ഉണ്ടോ എത്രയും പെട്ടെന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. ആദ്യം നമ്മുടെ തടി നമ്മൾ കാത്തോളുക. അതിന്റെ ശേഷം ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫയർ എക്സ്റ്റിങ്ക്വിഷർ അടിക്കാം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോണറ്റിന്റെ ഉള്ളിൽ നിന്നാണ് തീ വരുന്നതെങ്കിൽ ഒരിക്കലും ബോണറ്റ് പൂർണ്ണമായിട്ട് ഉയർത്താൻ പാടില്ല. അതിന്റെ കാരണം, ഈ ബോണറ്റ് ഉയർത്തി കഴിഞ്ഞാൽ തീ കത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഓക്സിജൻ. ബോണറ്റ് ഉയർത്തുമ്പോൾ ഓക്സിജൻ കൂടുതലായിട്ട് അങ്ങോട്ട് വരും, പെട്ടെന്ന് തീ കത്തും ചെയ്യും. അതുകൊണ്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷർ അടിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ചെറിയ രീതിയിൽ ബോണറ്റ് പൊന്തിച്ചിട്ട് ചെറുതായിട്ട് പൊന്തിക്കുക, അതിന്റെ അടിയിലൂടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അതിലേക്ക് അടിക്കുക. എത്രയും പെട്ടെന്ന് ഫയർ സർവീസിനെ കോണ്ടാക്ട് ചെയ്യുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കത് കെടുത്താൻ സാധിക്കില്ല. പല തീ കെടുത്തേണ്ട രീതികൾ അറിയാലോ. എല്ലാ തീയും നമുക്ക് എല്ലാ പെട്രോൾ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും നമ്മൾ വെള്ളം കോരി ഒഴിച്ചിട്ട് കാര്യമില്ല. ഓരോ സാധനം കെടുത്തേണ്ട രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, കെടുത്തണം. അപ്പൊ അത് അവർക്കേ അറിയുള്ളൂ. നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഫയർ സർവീസിന്റെ ഹെൽപ്പ് തേടുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു വാഹനം കത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.